ആർട്ടിക്ലൗണിനെ കണ്ടപാടെ അവൾ പറയാണ്, ഞാൻ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയാണ് മുട്ടായി വാങ്ങി വെച്ചിരിക്കുന്നത്, അത് ഞാൻ വലിയ ആൾക്കാർക്ക് കൊടുക്കാറില്ലെന്നപ്പോൾ അവൾ പറയാണ്. കൂടാതെ മറ്റൊരു കാര്യം കൂടെ ചോദിക്കാണ്, അല്ല നിന്നെയല്ലേ ഞാൻ ഇന്ന് രാവിലെ കണ്ടത്? ഇത് കേട്ട സമയത്ത് ആ സൈക്കോ തലയാട്ടി കാണിക്കുകയാണ്. അവളിപ്പോൾ മറ്റൊരു കാര്യവും കൂടെ ചോദിച്ചു, അല്ല നിന്റെ വീട് ഇവിടെ അടുത്ത കാണാൻ തന്നെയാണോ? ഇപ്പൊ വീണ്ടും ആ സൈക്കോ തലയാട്ടി. ഇപ്പൊ അവൾ പറയാണ്, അല്ല വലിയവർക്ക് അങ്ങനെ ചോക്ലേറ്റ് കൊടുക്കാറൊന്നും ഇല്ലല്ലോ. ഇതും പറഞ്ഞുകൊണ്ട് അവളാണെങ്കിൽ ആ ഒരു വാതിൽ അടച്ചിട്ട് അകത്തേക്ക് പോവാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് വീണ്ടും വീണ്ടും ആ വാതിൽ സൈക്കോ തട്ടുന്നുണ്ട്. ഇപ്പോൾ ദേഷ്യം വന്നവൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ട എന്ന്. ഇപ്പൊ ആർട്ടിക്ലൗൺ ആണെങ്കിൽ അവന്റെ കയ്യിൽ എപ്പോഴും ഒരു കറുത്ത ബാഗ് കൊണ്ട് നടക്കാറില്ലേ, അതിപ്പോ അവൾക്ക് നേരെ നീട്ടുവാണ്. അവളിപ്പോ ദേഷ്യം വന്നിട്ട് ആ സൈക്കോയുടെ മുഖത്തേക്ക് തന്നെ കുറേയധികം ചോക്ലേറ്റുകൾ വാരി എറിയുവാണ്. ഇപ്പൊ വീണ്ടും ആർട്ടിക്ലൗൺ ആണെങ്കിൽ ആ ഒരു ബാഗ് അവൾക്ക് നേരെ നീട്ടുവാണ്. ഇപ്പൊ അവളാണെങ്കിൽ അതിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് വാളും പിച്ചാത്തിയും പിന്നെ കുറേയധികം കമ്പികളും ഒക്കെ ആയിരുന്നു. അതിലാണെങ്കിൽ ചോരയും പറ്റിയിട്ടുമുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട പേടിച്ചവൾ പതിയെ വീടിന്റെ അകത്തേക്ക് കയറി വാതിലടയ്ക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് സീന അവളുടെ കോസ്റ്റ്യൂം എല്ലാം ഇടുന്നതിന്റെ തിരക്കിലാണ്. അവളെ കാണാനാണെങ്കിൽ ഒരു പോരാളി പോലെ ഉണ്ടായിരുന്നു. ഇതേസമയം മറുഭാഗത്ത് സീനയുടെ ഫ്രണ്ടിനെ കാണിക്കാണ്. അവളും ഹലോവിന്റെ ഡ്രസ് ഇടുന്നതിന്റെ തിരക്കിലായിരുന്നു. അങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് താഴെ എന്തൊക്കെ ഉടയുന്നതിന്റെ ശബ്ദം അവൾ കേൾക്കുന്നത്. പതിയെ അവൾ താഴേക്ക് പോയി നോക്കിയപ്പോൾ കണ്ടത് വീടിന്റെ വാതിൽ ആരോ തകർത്തിരിക്കുന്നു. പേടിച്ചു പോയ അവൾ നോക്കുവാണ്, ഇതാരാണ് തകർത്തതെന്ന്. അങ്ങനെ നോക്കുന്ന സമയത്താണ് അടുക്കളയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത്. പതിയെ അവൾ അങ്ങോട്ടേക്ക് പോയി നോക്കിയപ്പോൾ കണ്ടത് അടുക്കളയിൽ നിന്നുകൊണ്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിക്ലൗണിനെയാണ്. ഇത് കണ്ട് പേടിച്ചവൾ അവിടെ നിന്നും ഇറങ്ങി ഓടുവാണ്. അങ്ങനെ ഓടുന്ന സമയത്ത് ആർട്ടിക്ലൗണിന്റെ കയ്യിലേക്ക് തന്നെ അവൾ പെട്ടുപോവാണ്. അങ്ങനെ ഇപ്പോ ആർട്ടിക്ലൗൺ ആണെങ്കിൽ പിച്ചത്തി എടുത്ത് അവളുടെ കണ്ണും മുഖവും ആർട്ടിക്ലൗൺ കുത്തി കീറുവാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കത്രിക എടുത്തിട്ട് അവളുടെ തലയിൽ നിന്ന് മുടി കട്ട് ചെയ്ത് മാറ്റുവാണ്. വേദന കൊണ്ട് ലോറ അലറി കരയുന്നുണ്ടെങ്കിലും പക്ഷേ അതാരും കേട്ടിരുന്നില്ല. ഇപ്പോ അവളെ തിരിച്ചു കടത്തിയ ശേഷം അവളുടെ പുറത്തായിട്ട് കത്തി കൊണ്ട് കുത്തി കുത്തി കീറുവാണ്. ഇതിനുശേഷം സൈക്കോ അവിടെ നിന്നും പോയി. ഇപ്പോ ലോറയ്ക്ക് ഒരു കോൾ വരുവാണ്. അത് ചെയ്തത് അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള സീനായിരുന്നു അവളെ വിളിച്ചത്. ലോറ പതിയെ തറയിലൂടെ ഇഴഞ്ഞു പോയി ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സൈക്കോ കയറി വരുന്നത്. അവന്റെ കയ്യിലാണെങ്കിൽ എന്തോ മരുന്നും പൊടി പോലത്തെ എന്തോ സാധനവും ഉണ്ടായിരുന്നു. കുട്ടികൾ വാരി എറിയുവാണ്. ഇപ്പോ വീണ്ടും ആർട്ടിക്ലൗൺ ആണെങ്കിൽ ആ ഒരു ബാഗ് അവൾക്ക് നേരെ നീട്ടുവാണ്. ഇപ്പൊ അവളാണെങ്കിൽ അതിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് വാളും പിച്ചാത്തിയും പിന്നെ കുറേയധികം കമ്പികളും ഒക്കെ ആയിരുന്നു. അതിലാണെങ്കിൽ ചോരയും പറ്റിയിട്ടുമുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട പേടിച്ചവൾ പതിയെ വീടിന്റെ അകത്തേക്ക് കയറി വാതിലടയ്ക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് സീന അവളുടെ കോസ്റ്റ്യൂം എല്ലാം ഇടുന്നതിന്റെ തിരക്കിലാണ്. അവളെ കാണാനാണെങ്കിൽ ഒരു പോരാളി പോലെ ഉണ്ടായിരുന്നു. ഇതേസമയം മറുഭാഗത്ത് സീനയുടെ ഫ്രണ്ടിനെ കാണിക്കാണ്. അവളും ഹലോവിന്റെ ഡ്രസ് ഇടുന്നതിന്റെ തിരക്കിലായിരുന്നു. അങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് താഴെ എന്തൊക്കെ ഉടയുന്നതിന്റെ ശബ്ദം അവൾ കേൾക്കുന്നത്. പതിയെ അവൾ താഴേക്ക് പോയി നോക്കിയപ്പോൾ കണ്ടത് വീടിന്റെ വാതിൽ ആരോ തകർത്തിരിക്കുന്നു. പേടിച്ചു പോയ അവൾ നോക്കുവാണ്, ഇതാരാണ് തകർത്തതെന്ന്. അങ്ങനെ നോക്കുന്ന സമയത്താണ്